നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി, ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വയനാട്ടിൽ ഇന്ന് LDF UDF ഹർത്താൽ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വയനാട്ടിൽ ഇന്ന് LDF UDF ഹർത്താൽ. ഹർത്താൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ്. കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി മേഖലകളിലെ പോസ്റ്റ് ഓഫീസുകളിലേക്ക് രാവിലെ UDF മാർച്ച് നടത്തും. കൽപ്പറ്റ നഗരത്തിൽ അടക്കം LDFന്റെ പ്രതിഷേധ പ്രകടനവും നടക്കും. സംസ്ഥാനത്ത് ഒരു വിഭാഗം റേഷൻ കട വ്യാപാരികൾ ഇന്ന് കടകൾ അടച്ച് പ്രതിഷേധിക്കുന്നു. സംസ്ഥാനത്ത് റേഷൻ കട ഉടമകൾ ഇന്ന് കടകൾ അടച്ച് പ്രതിഷേധിക്കും. സർക്കാർ കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം റേഷൻ കട ഉടമകൾ കടകൾ അടച്ചിടുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തെ വേതന കുടിശ്ശിക ഉടൻ നൽകുക, കോവിഡ് കാലത്ത് നൽകിയ കിറ്റ് കമ്മീഷൻ പൂർണ്ണമായി വിതരണം ചെയ്യുക, ഓണത്തിന് പ്രഖ്യാപിച്ച ഉത്സവകാല ഭത്ത വിതരണം ചെയ്യുക എന്നിവയാണ് ആവശ്യം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു. കർണാടക ഉടുപ്പിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു. ഹെബ്രി വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാവാണ് വിക്രം ഗൌഡ. ചിക്ക്മംഗ്ലൂർ ഹെബ്രി വനമേഖലയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസും ANFും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ആണ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായകം. മുൻകൂർ ജാമ്യ ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്നും പരാതിക്കാരി പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ പോലീസ് തനിക്കെതിരെ ഉന്നയിക്കുന്നുവെന്നും സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയെ അറിയിക്കും. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. വയനാട് ശബരിമല തീർത്ഥാടക ബസ് മറിഞ്ഞു, നിരവധി പേർക്ക് പരിക്ക്. വയനാട് തിരുനെല്ലിയിൽ ശബരിമല തീർത്ഥാടക ബസ് മറിഞ്ഞു, നിരവധി പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ്. ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ആർക്കും പരിക്കില്ലെങ്കിലും അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ് ബസ് അപകടത്തിൽപ്പെടുന്നതിന് കാരണമായിട്ടുള്ളത് എന്നാണ് വിലയിരുത്തൽ. ആലപ്പുഴയിൽ മുയലിന്റെ കടിയേറ്റ് വാക്സിൻ എടുത്ത വീട്ടമ്മ മരിച്ചു. ആലപ്പുഴ തകഴിയിൽ മുയലിന്റെ കടിയേറ്റതിനെ തുടർന്ന് വാക്സിൻ എടുത്ത വീട്ടമ്മ മരിച്ചു.
തകഴി കല്ലേപ്പുറത്ത് സോമന്റെ ഭാര്യ ശാന്തമ്മയാണ് മരിച്ചത്. മുയലിന്റെ കടിയേറ്റതിനെ തുടർന്ന് ഇവർ പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് എടുത്തിരുന്നു. ഇതിനുശേഷം ശരീരം തളർന്ന കിടപ്പിലാവുകയായിരുന്നു. ഒക്ടോബർ 21-നാണ് ശാന്തമ്മയ്ക്ക് വീട്ടിലെ വളർത്തുമുയലിന്റെ കടിയേറ്റത്. പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന് നിശബ്ദ പ്രചാരണം, പ്രതീക്ഷയോടെ മുന്നണികൾ. പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലെത്തും. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ ത്രികോണ പോരാട്ടം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയാണ് മുന്നണികൾ കളം നിറഞ്ഞത്. പാലക്കാടൻ പോരാട്ടത്തിന്റെ വീറും വാശിയുമുള്ള കാഴ്ചകളാണ് കൊട്ടിക്കലാശത്തിൽ കാണാനായി കഴിഞ്ഞത്. LDF-ലെയും UDF-ലെയും അസംതൃപ്തരുടെ വോട്ടുകൾ BJPക്ക് അനുകൂലമാകും. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. LDF-ലെയും UDF-ലെയും അസംതൃപ്തരുടെ വോട്ടുകൾ BJPക്ക് അനുകൂലമാകുമെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. നിഷേധ വോട്ടുകൾ വിജയത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് BJP പ്രവർത്തകരെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. ശബരിമലയിൽ ഇതുവരെ എത്തിയത് 2.26 ലക്ഷം തീർത്ഥാടകർ. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് ഇന്നലെ. നട തുറന്ന് 4 ദിവസത്തിനുള്ളിൽ ശബരിമലയിലെത്തിയത് 2.26 ലക്ഷം തീർത്ഥാടകർ. ഇന്നലെ മാത്രം ദർശനം നടത്തിയത് 73,000 പേർ. രാത്രി വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ദർശനം നടത്തി. പുലർച്ചെ 3-ന് നട തുറക്കുമ്പോൾ മിനിറ്റിൽ 80 പേരെ വീതം 18-ാം പടി കയറ്റുന്നുണ്ട്. സോപാനത്തിന് മുൻപിലെത്തി തൊഴുത ശേഷം മുന്നോട്ട് നീങ്ങുന്ന ഭക്തരുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എതിർദിശയിലെത്തി ആരെയും ദർശനത്തിന് അനുവദിക്കില്ല. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. ചുരുങ്ങിയ ചിലവിൽ പുറപ്പുറങ്ങൾ ഇനി ഊർജ്ജ സ്രോതസ്സുകളാകട്ടെ, അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇനിയെന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം. ഞങ്ങളിന്നും നിങ്ങളോടൊപ്പം. ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും. തൃപ്രയാർ, വലപ്പാട്, തൃശൂർ, മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 96055577707.